إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وإذ تأذن ربكم لئن شكرتم لأزيدنكم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണേ എന്ന്, തഖ്വ കൈവരിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ദീനിന്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. ആ നിലക്ക് തഖ്വ കൈവരിച്ച് ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല അഫ്ളലായ നാളുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അത് ദുൽഹിജ്ജയിലെ ആദ്യ 10. അതിൽ തന്നെ അഫ്ളലു അയ്യാമിസ്സന, ഒരു വർഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം അത് ഇന്നലെ കഴിഞ്ഞ യൗമുൻ നഹറാണ്, ദുൽഹിജ്ജ 10 അഥവാ ഈദുൽ അദ്ഹ. ഈദുൽ അദ്ഹ നമ്മൾ ആഘോഷിച്ച ആ ബലിപെരുന്നാളിന്റെ ആ ദിനമാണ്. യൗമുൽ ഹജ്ജിൽ അക്ബർ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിനത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം ഏതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് യൗമുൽ ഖർ, ദുൽഹിജ്ജയുടെ 11ാമത്തെ ദിനം, അതായത് ഇന്ന്. അതാണ് യൗമുൻ നഹറിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ, ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നോക്കൂ സഹോദരന്മാരെ, ഒരു 10 ദിനം എന്നുള്ളത്, ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങൾ എന്നുള്ളത്, നമ്മൾ എന്തൊരു ഇബാദത്ത് ചെയ്താലും അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിനങ്ങളായിരുന്നു. അത് വിശ്വാസികൾ അത് ശ്രദ്ധിച്ചിരുന്നു, ആ ദിനങ്ങളെ ശ്രദ്ധിച്ചിരുന്നു. ആ ദിനങ്ങളിൽ തക്ബീറുകൾ അധികരിപ്പിച്ചിരുന്നു. ആ ദിനങ്ങളിൽ അദ്കാറുകൾ, തസ്ബീഹും തഹ്ലീലും തക്ബീറും തഹ്മീദും ഒക്കെ അധികരിപ്പിച്ചിരുന്നു. അതെല്ലാവർക്കും ആ സൗഭാഗ്യം ലഭിച്ചിട്ടില്ല. അള്ളാഹു തിരഞ്ഞെടുക്കുന്ന കുറച്ച് ആളുകൾക്ക് മാത്രം, അല്ലെ, തൗഹീദുള്ള കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ആ സൗഭാഗ്യം ലഭിക്കുന്നത്. നമുക്കത് സ്വാഭാവികമായും കാണാം. റമളാനിലുള്ള, അല്ലെ, റമളാനിൽ പള്ളികൾ നിറയുന്നത് പോലെ ദുൽഹിജ്ജയുടെ ആദ്യ 10 നിറയുന്നത് നമ്മൾ കാണാറില്ല. എന്തേ? അത് മനസ്സിലാക്കുന്ന ആളുകൾ വളരെ കുറച്ചാണ്. അപ്പൊ അത് ഇനിയുള്ള വർഷങ്ങളിൽ
അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. എന്നാൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ദിനങ്ങൾ ആ 10 ദിനങ്ങളായിരുന്നു. ബോധവാന്മാർ അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം ഹജ്ജിന് പോയവരുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ട്. അവരിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ഹജ്ജ് സ്വീകരിക്കുമാറാകട്ടെ. വളരെ ആരോഗ്യത്തോടു കൂടിയും ആഫിയത്തോടു കൂടിയും തിരിച്ച് അവരുടെ വീടുകളിലേക്ക് എത്താനുള്ള എല്ലാവിധ തൗഫീഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, 10 ദിനങ്ങളിൽ നമ്മൾ ഇബാദത്ത് ചെയ്തു. എന്നാൽ അത്തരം ഇബാദത്തുകൾ ചെയ്താൽ, അങ്ങനെയുള്ള ശ്രേഷ്ഠമായ ഇബാദത്തുകൾ ചെയ്താൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് പലയിടങ്ങളിലായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മെ കൽപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു ഇബാദത്ത് ചെയ്താൽ അതിനുശേഷം അള്ളാഹുവിന് ശുക്ർ കാണിക്കണമെന്നാണ്. ഒരു ഇബാദത്ത് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ റബ്ബിന് അതിന്റെ പേരിൽ ഒരു ശുക്ർ നമ്മൾ അർപ്പിക്കണമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ആജ്ഞ. അത് ഖുർആനിൽ പലയിടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അല്ലെ, ഹജ്ജ് കർമ്മത്തെ കുറിച്ച് തന്നെ പറഞ്ഞ ആ സന്ദർഭത്തിൽ അള്ളാഹു പറയുന്നത് അതാണ്, വദ്കുറൂഹു കമാ ഹദാകും വഇൻ കുൻതും മിൻ ഖബ്ലിഹി ലമിന ദ്ദാല്ലീൻ. അള്ളാഹു നിങ്ങൾക്ക് വഴികാട്ടിയതിന്റെ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവനെ ധാരാളമായി ഓർക്കണമെന്നാണ്. അള്ളാഹുവിനെ അധികമായി നിങ്ങൾ സ്മരിക്കണം, ദിക്റെടുക്കണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. അതേപോലെ കഅബാലയം പണിതതിനു ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന അതുപോലെ തന്നെയായിരുന്നു. നമുക്കറിയാം, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം എന്ന പ്രാർത്ഥന നമുക്കറിയാം, അല്ലെ? റബ്ബേ, ഞങ്ങളിൽ നിന്ന് ഇത് നീ സ്വീകരിക്കണം റബ്ബേ എന്നാണ്. റബ്ബിന്റെ കൽപ്പന, അല്ലെ? റബ്ബിന്റെ കൽപ്പനക്ക് വേണ്ടി മാത്രമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ നിർമ്മിച്ചത്. അവിടെ വേറെ ആർക്കെങ്കിലും, അല്ലെ, ആരുടെയെങ്കിലും മുമ്പിൽ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്തത്. മറിച്ച് റബ്ബിന് വേണ്ടി മാത്രം ചെയ്ത ഒരു അമലായിട്ട് കൂടി റബ്ബെ ഇത് എന്നിൽ നിന്ന് സ്വീകരിക്കണം റബ്ബെ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോ അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബന ലിയുഖീമുസ് സ്വലാത്ത ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം. എന്റെ കുടുംബത്തെ ഈ കൃഷിയൊന്നുമില്ലാത്ത മരുഭൂമിയിൽ ഞാൻ കൊണ്ടാക്കി പോവുകയാണ് റബ്ബെ. എന്നിട്ട് പറയാം, റബ്ബന ലിയുഖീമുസ് സ്വലാത്ത, അവർ എന്റെ സന്തതികൾ, ഇനിയുള്ള വരുന്ന സന്തതികളൊക്കെ നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുവാൻ, ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖുഹും മിനസ് സമറാത്തി, അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് നൽകണ റബ്ബേ. എന്നിട്ട് അവസാനം പറയുന്നത് എന്തിനാ? ലഅല്ലഹും യശ്കുറൂൻ, ലഅല്ലഹും യശ്കുറൂൻ, അവർ നന്ദിയുള്ളവരാകാൻ റബ്ബേ, അവർ നന്ദിയുള്ളവരാകാൻ വേണ്ടി അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകണ റബ്ബേ എന്നാണ്. അവർക്ക് നിസ്കാരം ശരിക്കും ഇബാദത്തുകളൊക്കെ കൃത്യമായി ചെയ്യാനുള്ള തൗഫീഖ് അവർക്ക് നൽകണ റബ്ബേ. എന്തിനാണ്? അതിനുശേഷവും അവർ നന്ദി കാണിക്കാൻ വേണ്ടിയാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ പ്രാർത്ഥനയിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, അല്ലെ? നാം ഇന്നലെയും ഇന്നും നാളെയും മറ്റന്നാളുമായി നിർവഹിക്കുന്ന ബലികർമ്മം, അല്ലെ? ആ ബലികർമ്മത്തിന്റെ വിഷയം സൂചിപ്പിച്ചപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല നന്ദിയെ കുറിച്ച്, ശുക്രിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഫകുലു മിൻഹാ വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ കദാലിക സഖർനാഹാ ലക്കും ലഅല്ലക്കും തഷ്കുറൂൻ. അവിടെയും ശുക്രിനെ കുറിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അല്ലെ? ഈ ദിനങ്ങളിൽ ബലികർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ്. റബ്ബിന്റെ പേരിലുള്ള ബലികർമ്മം, അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ആ ബലികർമ്മം ഉദ്ഹിയ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അപ്പോ അതിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അള്ളാഹു പറയാണ്, ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണ് എന്നാണ്. അപ്പൊ നോക്കൂ, ഹജ്ജാവട്ടെ, ബലിയാവട്ടെ, നോമ്പാവട്ടെ, എന്ത് തന്നെയായാലും എല്ലാ വലിയ ആരാധനകൾ സൂചിപ്പിച്ചതിന് ശേഷം അള്ളാഹു നന്ദിയെ കുറിച്ച് നമ്മോട് പഠിപ്പിച്ചു തരികയാണ്. അതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞതിന് ശേഷം ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി എന്ന ഒരു വാക്ക് കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൂട്ടിച്ചേർത്തതായി നമുക്ക് കാണാൻ സാധിക്കും. റമളാൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം?
തക്ബീർ വിളിക്കണം എന്ന് പറഞ്ഞു. അതെന്തിനാണ്? അത് 30 ദിവസം നോമ്പനുഷ്ഠിച്ചതിന് ശേഷം അള്ളാഹുവിനുള്ള നന്ദിയാണ്, അള്ളാഹുവിനുള്ള ശുക്റാണത്. അള്ളാഹു നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് തൗഫീഖ് നൽകി, സഹായം നൽകി, അതിനുള്ള ഒരു നന്ദിയാണ് തക്ബീർ വിളിക്കുക എന്നുള്ളത് എന്ന് അള്ളാഹു പഠിപ്പിച്ചു തരികയാണ്. അപ്പോ അത്തരം ശുക്ർ ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട സഹാബി മുആദ് റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്ന വാക്ക് നമ്മളൊക്കെ കേട്ടതാണ്. അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ മുആദ് വല്ലാഹി ഇന്നി ലഉഹിബ്ബുക. മുആദേ, അല്ലാഹു തന്നെയാണ് സത്യം, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് നിന്നെ ഇഷ്ടമാണ് മുആദേ. നോക്കൂ, ആരാ ഇത് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ലോകത്തുള്ള നമ്മൾ കണ്ടിട്ടുണ്ടോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ? അവിടുന്ന് കടന്നു പോയിട്ട് 1400-ൽ പരം വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ ജീവനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, നമ്മൾ ആ പ്രവാചകന്റെ ഇഷ്ടം ലഭിക്കാൻ നമ്മൾ കൊതിക്കുന്നില്ലേ? എങ്കിൽ ആ പ്രവാചകൻ ഒരു ചെറിയ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് പറയാണ്, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക മുആദേ, നിന്നെ എനിക്ക് ഇഷ്ടമാണ് മുആദേ. നോക്കൂ, അങ്ങനെ പറഞ്ഞാൽ ആ മുആദിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? എന്നിട്ട് ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുആദ് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഉപേക്ഷ വരുത്തുമോ സഹോദരന്മാരെ? ഒരിക്കലുമില്ല. അപ്പൊ അങ്ങനെ ഒരു അട്രാക്ഷൻ ഉണ്ടാക്കിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ പ്രബോധനം ചെയ്യുമ്പോഴും നമ്മൾ ആൾക്കാർക്ക് എന്തെങ്കിലും നന്മ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നന്മയോടൊരു വിരക്തി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. നമ്മളുടെ ഭാഷ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് ആ നന്മയോട് തന്നെ ആ നന്മയെ വെറുക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം, അല്ലേ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? മുആദേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്നിട്ട് പറയാണ്, ഫലാ തദഅന്ന അൻ തഖൂല ദുബുറ കുല്ലി സലാത്തിൻ, എല്ലാ നിസ്കാര ശേഷവും നീ ഉപേക്ഷ വരുത്തരുത്, നീ ചൊല്ലാതെ പോകരുത്. ദുബുറ കുല്ലി സലാത്തിൻ, സ്വലാത്തിന്റെ ദുബുറിൽ എന്നാണ് പറഞ്ഞത്. 2 അഭിപ്രായമുണ്ട് ഇതിന്. എന്ന് വെച്ചാൽ നിസ്കാര ശേഷം എന്നർത്ഥമുണ്ട്, അതല്ലെങ്കിൽ അത്തഹിയാത്തിന്റെ അവസാനത്തിൽ, തശഹുദിന്റെ അവസാനത്തിൽ ചൊല്ലണമെന്നും അഭിപ്രായമുണ്ട്. എന്താണ് ആ ദുആ? നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. എന്താ പ്രാർത്ഥന? അല്ലാഹുവേ, നിനക്ക് ദിക്ർ എടുക്കാൻ നീ എന്നെ സഹായിക്കണേ. വശുക്രിക, നിനക്ക് ശുക്ർ ചെയ്യാൻ നീ എന്നെ സഹായിക്കണേ. വഹുസ്നി ഇബാദതിക, നിനക്ക് ഏറ്റവും നല്ല ഇബാദത്ത് ചെയ്യാൻ നീ എന്നെ സഹായിക്കണേ, കനിയണ റബ്ബേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ നോക്കൂ, വലിയ ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനകളെ കുറിച്ച് ഞാൻ ഒരുപാട് ചിന്തിച്ചു. എന്നാൽ എനിക്ക് അവസാനം എനിക്കൊരു നിഗമനത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത് ഈ പ്രാർത്ഥനയാണ് എന്നാണ്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരാൾക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്, അല്ലെ? ദുനിയാവിൽ എന്തുണ്ടായിട്ടും അള്ളാഹുവിന് നന്ദി കാണിക്കുന്നില്ല എങ്കിൽ അവന്റെ ജീവിതം വേസ്റ്റാണ്. പിന്നെ എല്ലാം ഉണ്ട്, ദുനിയാവിൽ എല്ലാം ഉണ്ട്, പക്ഷെ അള്ളാഹുവിനെ നന്ദി കാണിക്കുന്നില്ല, നന്ദികേട് കാണിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എങ്കിലോ ഒരു കാര്യമില്ല. എന്നാൽ ദുനിയാവിൽ ഒന്നും ലഭിക്കാത്ത ഒരു മനുഷ്യൻ, ഒരു അനുഗ്രഹം ലഭിച്ചിട്ടില്ല, പക്ഷെ അയാൾ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നുണ്ട് എങ്കിലോ അവനാണ് ശ്രേഷ്ഠൻ, അല്ലെ? അവനല്ലേ ശ്രേഷ്ഠൻ. അതുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയായിട്ട് ഇതാണ് മനസ്സിലായത് എന്നാണ്. അങ്ങനെ നന്ദി കാണിക്കുന്നവർക്കാണ് ഇരുലോകത്തും വിജയം ലഭിക്കുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഈ ലോകത്തൊരു സ്വർഗമുണ്ട്, ദുനിയാവിലൊരു സ്വർഗമുണ്ട്. ആ സ്വർഗം ആസ്വദിക്കാൻ സാധിച്ചവർക്ക് പരലോകത്തുള്ള സ്വർഗം ലഭിക്കുകയുള്ളൂ എന്നാണ്. അതേതാ? അത് ഇതാണ്. ദുനിയാവിലെ സ്വർഗം എന്ന് പറയുന്നത് ഒരുപക്ഷെ അവന്റെ ഉണ്ടായിരിക്കില്ല, അവന് വാഹനം ഉണ്ടായിരിക്കില്ല, ഒരു സൗകര്യവും അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കില്ല, പക്ഷേ ദുനിയാവിലെ ഒരു സ്വർഗം അവൻ ആസ്വദിക്കാൻ സാധിക്കും.
അതെന്താ? അള്ളാഹുവിനെ നന്ദി കാണിക്കുമ്പോൾ അവനൊരു ആസ്വാദനമുണ്ട്. അള്ളാഹുവിനെ ഇബാദത്തെടുത്ത് ജീവിക്കുമ്പോ, അള്ളാഹുവിന്റെ ദിക്റുകളിലൂടെ ജീവിക്കുമ്പോ അവനൊരു ആസ്വാദനം ലഭിക്കാനുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്കാണ് പരലോകത്തെ സ്വർഗം ലഭിക്കുക എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, അള്ളാഹുവിന് നന്ദി കാണിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഇരുലോകത്തും വിജയം ലഭിക്കുന്നത്. നോക്കൂ, ഖുർആൻ പറയുന്നത് നോക്കൂ, ബലില്ലാഹ ഫഅബ്ദ്, അള്ളാഹുവിനെ ആരാധിക്കുക, വകും മിനശ് ശാകിരീൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും അള്ളാഹുവിന്റെ നന്ദിയുള്ള അടിമകളിൽ നിങ്ങൾ ഉൾപ്പെടുകയും ചെയ്യുക എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. അല്ലെ, ഇബാദത്ത് ഒരുപാട് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിലൊരു നന്ദിയുടെ ഒരു ഭാഷ ഇല്ല എങ്കിലോ. ഇബാദത്ത് ഒരുപാട് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ഇബാദത്തിലൂടെ മനസ്സിനെന്തോ ഞാൻ എന്തോ വലിയ ആളാണ്, ഞാനൊക്കെ ചെയ്തവനാണ് എന്ന ഒരു ഭാവമാണെങ്കിലോ അയാൾക്ക് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഈ ആയത്തിനെ സൂറത്തു സുമറിലെ ബലില്ലാഹ ഫഅബ്ദ് വകും മിനശ് ശാകിരീൻ എന്നുള്ള ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നാസിർ സഅദി റഹിമഹുല്ലാ പറയുന്നുണ്ട്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയാണ്, ലൗകികമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താലും അതിന് നന്ദി കാണിക്കണമെന്നാണ്. എന്നാൽ ഭൗതികമായി നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം ലഭിച്ചാൽ തീർച്ചയായും അള്ളാഹു നന്ദി കാണിക്കണം, ശരിയാണ്, നമ്മളത് ചെയ്യാറുണ്ട്. നമുക്ക് നല്ലൊരു വാഹനം കിട്ടി, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം ദുനിയാവിൽ കിട്ടിയാൽ അള്ളാഹുവിനെ നമ്മൾ നന്ദി കാണിക്കേണ്ടവരാണ്, ശരിയാണ്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ അതിലേറെ അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ട ഒരു വിഷയമാണ് ഇബാദത്തിന്റെ വിഷയം. കാരണം ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? അതെന്താ? അത് ഇബാദത്താണ്. അള്ളാഹുവിനെ ഒരാൾക്ക് ഇബാദത്ത് എടുക്കാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണത്. അല്ലെ, ദുനിയാവിലെ അനുഗ്രഹം എല്ലാവർക്കും കൊടുക്കൂലെ സഹോദരന്മാരെ? എല്ലാവർക്കും കൊടുക്കും. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തവർക്കും അള്ളാഹുവിന്റെ ശത്രുവിനും ഫിർഔനിനും എത്രയോ അനുഗ്രഹങ്ങൾ കൊടുത്തില്ല ദുനിയാവിൽ. അതുകൊണ്ട് ഒരു ഉപകാരം അവന് നേടാൻ സാധിച്ചില്ല. ഖാറൂന് കൊടുത്തു, ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല. മറിച്ച് അള്ളാഹു ദുനിയാവിൽ ഒന്നും കൊടുത്തില്ല എങ്കിലും ഇബാദത്ത് ചെയ്യാനുള്ള, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അവസരം കൊടുത്തു എങ്കിൽ എത്ര വലിയ അനുഗ്രഹമാണ് അയാൾക്ക് ലഭിച്ചത്. അതുകൊണ്ട് ഷെയ്ഖ് നാസിർ സഅദി റഹിമഹുല്ലാ പറയാണ്, അള്ളാഹു നമുക്ക് നൽകിയ ഇഖ്ലാസ്, തഖ്വ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്നാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ നന്ദി കാണിക്കണം എന്നാണ്. ദുനിയാവിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കാളും കൂടുതൽ നന്ദി കാണിക്കേണ്ടത് ഇത്തരം ഇബാദത്തുകൾക്ക് നമുക്ക് ഇഖ്ലാസ് ലഭിച്ചാൽ, തഖ്വ ലഭിച്ചാൽ അതിനാണ് കൂടുതൽ നന്ദി കാണിക്കേണ്ടത്. നമ്മുടെ ജീവിതം കൊണ്ട്, നാവ് കൊണ്ടും ഇബാദത്ത് കൊണ്ടും കൂടുതൽ കൂടുതൽ ശുക്ർ കാണിക്കേണ്ടത് അതിനാണ് എന്നാണ്. ഇബാദത്തിന് നമ്മൾ നന്ദി കാണിച്ചില്ല എങ്കിൽ എന്താ ഉണ്ടാവുക? നേരത്തെ പറഞ്ഞതുപോലെ ഇബാദത്ത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെന്തോ വലിയ സംഭവമാണെന്ന് തോന്നും, നമ്മൾ എന്തൊക്കെ ആയിട്ടുണ്ടെന്ന് വിചാരിക്കും, ഉജിബ് വരും, നമ്മൾ വലിയ സംഭവമാണെന്ന് തോന്നും. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ നമ്മൾ ഇബാദത്ത് ചെയ്തതിന് ശേഷം അള്ളാഹുവിന് വീണ്ടും വീണ്ടും ശുക്ർ ചെയ്യുന്നവരാണ് എങ്കിൽ ഇത്തരമൊരു ദുസ്വഭാവം നമ്മിൽ നിന്ന് ഉണ്ടാകുന്നത് തടയുമെന്നാണ്. നമുക്ക് അറഫാ ദിനത്തിൽ നോമ്പനുഷ്ഠിച്ച നമ്മൾ വലിയൊരു പുണ്യമാണ് നമ്മൾ ചെയ്തത്, അല്ലെ? 2 കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്, തിന്മകൾ പൊറുക്കപ്പെടുമെന്നാണ് ആ നോമ്പിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സൗഭാഗ്യം നമുക്ക് ലഭിച്ചു, അതിന് നമ്മൾ ശുക്ർ കാണിക്കണം, അല്ലെ? അപ്പൊ അതിന് ശുക്ർ കാണിക്കാനുള്ള ഒരു മാർഗമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ? തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. തക്ബീറുകൾ ചൊല്ലുക. അതേപോലെ ഉളുഹിയ്യത്ത് അറുത്ത വിശ്വാസികൾ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? എത്രയോ പണമുണ്ടായിട്ടും ഉളുഹിയ്യത്ത് അറുക്കാത്തവരുണ്ട്. ഇനി അറുത്തിട്ട് തന്നെ പല ആളുകളും പണക്കാരന്റെയും ഉളുഹിയ്യത്ത് അറുക്കും. പക്ഷെ എന്തിനാ അറുക്കുന്നത്? റബ്ബിന് വേണ്ടിയാണോ? അല്ല. അറുത്തില്ലെങ്കിൽ മോശമാണ്. ആചാർ അറുത്തിട്ടില്ല എന്ന് പറയും, ആൾക്കാർ ചോദിക്കും. അല്ലെങ്കിൽ പിന്നെ പുതിയാപ്ലാന്റെ വീട്ടുകാർ ചോദിക്കും, ആചാർ അറുത്തില്ലല്ലോ, എന്തൊരു മോശമാണെന്ന്. അങ്ങനെ ഇഖ്ലാസ് ഇല്ലാതെ ഒരുപാട് ആൾക്കാർ അറുക്കുന്ന ആളുകളുണ്ട്. അതിനൊന്നല്ല അറിവ്, ഉളുഹിയ്യത്ത് അതിനൊന്നുമല്ല, മറിച്ച് റബ്ബിന് വേണ്ടിയിട്ടാണ്, റബ്ബിന്റെ ആ ഒരു പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, റബ്ബിന്റെ ഇഷ്ടം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉളുഹിയ്യത്ത് അറുക്കുന്നത്. ആ നിലയ്ക്ക് നമ്മൾ ഉളുഹിയ്യത്ത് അറുത്താൽ
അതിന് നമ്മൾ റബ്ബിന് നന്ദി കാണിക്കേണ്ടതുണ്ട്, ശുക്ർ കാണിക്കേണ്ടതുണ്ട്. അല്ലെ, ഈ അനുഗ്രഹീത ദിനങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കാൻ സമയം കണ്ടെത്തിയവർ, അതേപോലെ ഹജ്ജ് ചെയ്തവർ, അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ എത്രയോ ആളുകൾക്ക് ഇത്തരം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല. നോക്കൂ, അറഫ ദിനത്തിൽ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട ദിക്ർ നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എത്ര സമയം വേണം ഈ ഒരു ദിക്ർ 100 പ്രാവശ്യം പറയാൻ? ഒരു 100 പ്രാവശ്യം പറയാൻ 6-7 മിനിറ്റ് മതി, അല്ലെ? നമ്മൾ ഫോൺ എടുത്ത എത്ര സമയങ്ങളാണ്, മിനിറ്റുകളാണോ നമ്മൾ നോക്കുന്നത്? അല്ല, മണിക്കൂറുകൾ പോകുന്നത് നമുക്കറിയില്ല. പക്ഷെ റബ്ബിന് വേണ്ടി ഇത്തരം ദിക്റുകൾ ചൊല്ലുമ്പോൾ നമുക്ക് വലിയ ഭാരമാണ്. പക്ഷെ ചൊല്ലിയവരില്ലേ? ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നന്ദി കാണിക്കണം. ഒരുപാട് ആളുകൾ ഇത്തരം ദിക്റുകൾ, ഇത്തരം ഇബാദത്തുകളൊക്കെ ഉപേക്ഷ വരുത്തിയവരാണ്. നമ്മൾ ചൊല്ലിയെങ്കിൽ അതിന് നമ്മൾ കൂടുതൽ കൂടുതൽ അള്ളാഹുവിന് നന്ദിയുള്ളവരാകണം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. നമ്മൾ ചൊല്ലാത്തവരാണ് എങ്കിൽ തൗബ ചെയ്ത് മടങ്ങണം, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇബാദത്ത് ചെയ്താൽ വീണ്ടും വീണ്ടും അള്ളാഹുവിനെ ശുക്ർ ചെയ്താൽ പിന്നെയും അള്ളാഹു നന്മകൾ അധികരിപ്പിച്ചു തരുമെന്നാണ്. എന്താ ആയത്ത്? അള്ളാഹു പറഞ്ഞില്ലേ, നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയാണ് എങ്കിൽ അള്ളാഹ് പറയണം, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാമെന്നാണ്. അത് ദുനിയാവിന്റെ അനുഗ്രഹമായാലും ഇബാദത്തിന്റെ വിഷയത്തിലാണെങ്കിലും അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. അപ്പോൾ ഇബാദത്തുകൾ എന്തായാലും നമ്മൾ ചെയ്താൽ ആ ഇബാദത്തിന് പുറമെ നമ്മൾ ശുക്ർ കാണിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ഇബാദത്ത് ചെയ്തതിന് ശേഷം കൂടുതൽ കൂടുതൽ ശുക്ർ കാണിക്കുന്നവരായി നമ്മളെ അള്ളാഹു മാറ്റുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആ നിലക്ക് തഖ്വയോടുകൂടി ജീവിച്ച് മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഓരോ നന്മകൾക്കു ശേഷവും അതിന് അള്ളാഹുവിന് ശുക്ർ ചെയ്യണം എന്നുള്ളത്. നോക്കൂ, ഇസ്മത്തുള്ള ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവം നമ്മൾ കേട്ടവരാണ്. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നുണ്ട്, കാലിൽ നീര് വരുവോളം നിന്ന് നിസ്കരിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അല്ലയോ റസൂലേ, അള്ളാഹു താങ്കൾക്ക് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പുറത്തു തന്നിട്ടുണ്ട്, പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രയാസപ്പെടുന്നത് എന്തിനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, അഫലാ അകൂനു അബ്ദൻ ശകൂറാ, അഫലാ അകൂനു അബ്ദൻ ശകൂറാ, എനിക്ക് നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ എന്നാണ്. നോക്കൂ സഹോദരന്മാരെ, എത്ര നന്മകളാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ളത്. നമ്മളൊരു സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നുണ്ട് എങ്കിൽ അതിന്റെ ഒരു ഓഹരി ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടുന്നാണ് പഠിപ്പിച്ചത്. ആ പ്രവാചകനാണ് ഈ ലോകത്തോട് ഇത്തരം പുണ്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. മുഴുവൻ മനുഷ്യന്മാർ ചെയ്യുന്ന നന്മകൾക്കുള്ള പ്രതിഫലം ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലിൽ നീര് വരുവോളം നിസ്കരിക്കുകയാണ്. നന്ദിയുള്ളവനാകണ്ടേ, അള്ളാഹു എത്ര നന്മകളാണ് ചെയ്യാൻ എനിക്ക് അവസരം തന്നിട്ടുള്ളത്, അതിനൊക്കെ നന്ദി കാണിക്കണ്ടേ ആയിഷ എന്നുള്ള ഭാഷ്യമായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. നോക്കൂ, നന്ദികേട് കാണിക്കുന്നവരെ വളരെ ശക്തമായി താക്കീത് നൽകിയിട്ടുണ്ട്. ഇന്നല്ലാഹ ലദൂ ഫദ്ലിൻ അലന്നാസി വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ. ജനങ്ങളോട് വളരെയധികം ഔദാര്യമുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ ഭൂരിഭാഗം മനുഷ്യരും നന്ദി കാണിക്കാത്തവരാണ് എന്നാണ്. അല്ലെ, ഇബ്ലീസിന് എളുപ്പമാണ് മനുഷ്യരെ വഴിതെറ്റിക്കുന്നത്. എങ്ങനെയാണ്? അവൻ വാഗ്ദാനം ചെയ്തത്, റബ്ബിനോട് വാഗ്ദാനം ചെയ്തതാണ്. സ്വർഗത്തിൽ നിന്ന് ആട്ടി പുറത്താക്കപ്പെട്ടപ്പോ വാഗ്ദാനം ചെയ്തതാണ്. എന്താ? ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. ഞാൻ അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുവശത്തൂടെയും ഇടതുവശത്തുകൂടെയും ഒക്കെ ഞാൻ അവരുടെ അടുക്കൽ ചെല്ലുമെന്നാണ്.
മനുഷ്യരുടെ അടുക്കൽ ചെന്ന് അവരെ വഴിതെറ്റിക്കും. ഭൂരിഭാഗം ആളുകളെയും നന്ദി കാണിക്കുന്നവരായി നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്നാണ്. മനുഷ്യരിൽ അധികം ആളുകളെയും നന്ദി കെട്ടവരായി കൊണ്ടാണ് നിനക്ക് കാണാൻ സാധിക്കുക എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ ഷെയ്ത്താൻ, ഇബ്ലീസ് ശപഥം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക, അള്ളാഹുവിന് കൂടുതൽ കൂടുതൽ നന്ദിയുള്ളവരായി മാറാൻ ശ്രമിക്കുക. പരലോകത്ത് ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അള്ളാഹു മനുഷ്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഖിയാമത്ത് നാളിൽ. യാ ബനി ആദം ഹമൽതുക അലൽ ഖൈലി വൽ ഇബിൽ, കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും ഒക്കെ ഞാൻ നിന്നെ സഞ്ചരിക്കാനുള്ള ഒരു അവസ്ഥ നൽകിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ മുന്തിയ വാഹനങ്ങൾ നിനക്ക് നൽകി മനുഷ്യ. വസവ്വജ്തുക നിസാ, നീ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇണകളെ നിനക്ക് നൽകി. വജഅൽതുക തർബഉ വതർഅസു, നിന്നെ നാട്ടിലുള്ള നേതാക്കന്മാരാക്കി, നിങ്ങളെ നേതാക്കന്മാരാക്കി. ഫഅൈന ശുക്റു ദാലിക, അതിനുള്ള നന്ദി എവിടെ മനുഷ്യ എന്ന് റബ്ബ് മനുഷ്യനോട് ചോദിക്കുമെന്നാണ്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ഇബാദത്ത് ചെയ്യാൻ സാധിച്ചാൽ അതിനു പുറമെ നമ്മൾ അള്ളാഹുവിന് കൂടുതൽ കൂടുതൽ നന്ദി അർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണല്ലോ നമ്മൾ ചൊല്ലുന്ന തക്ബീർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ, എനിക്ക് ബരമേൽപ്പിക്കുവാൻ, എന്റെ ബുദ്ധിമുട്ടുകൾ നീക്കിത്തരുവാൻ അവനല്ലാതെ മറ്റാരുമില്ല. അല്ലാഹു അക്ബർ, അവനാണ് ഏറ്റവും വലിയവൻ. അവന്റെ ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും വലുത്. എന്റെ ഇഷ്ടത്തെക്കാളും വലുത് അവന്റെ ഇഷ്ടമാണ്. അവന്റെ കോപം നേടിയെടുത്ത് എനിക്കൊരു ഇഷ്ടവും വേണ്ട എന്നാണ് അതിലൂടെ ഒരു മുഅ്മിൻ പ്രഖ്യാപിക്കുന്നത്. എന്നിട്ട് അവസാനത്തിൽ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, ആ അള്ളാഹുവിനാണ് സർവസ്തുതിയും. എന്റെ ജീവിതം മുഴുവനും ആ അള്ളാഹുവിന് ശുക്ർ കാണിക്കാനുള്ള, ആ റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കാനുള്ള വേദിയാണ് എന്റെ ഈ ജീവിതം എന്ന് ആ തക്ബീറിലൂടെ പ്രഖ്യാപിക്കുകയാണ്. സഹോദരന്മാരെ, ആ നിലക്ക് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹു എല്ലാത്തിനേക്കാളും വലിയവനാണ്. അവന്റെ ദാത്തിലും സിഫാത്തിലും അസ്മാകളിലും എല്ലാം അവൻ വലിയവനാണ്. എന്റെ ജീവിതത്തിലും അവനാണ് ഏറ്റവും വലിയവൻ എന്നുള്ള പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ആ തക്ബീർ. ആ നിലക്ക് നമ്മളിപ്പോ മുഖയ്യതായ തക്ബീർ ചൊല്ലുന്നവരാണ് അല്ലെ. അയ്യാമത്തെ തശ്രീഖിന്റെ ദിവസങ്ങളുടെ ആ ദുൽഹിജ്ജയുടെ 13 അസർ വരേക്കും നമ്മൾ നിസ്കാരം കഴിഞ്ഞ് തക്ബീർ ചൊല്ലുന്നുണ്ട്. അതേപോലെ കിട്ടുന്ന സമയങ്ങളിലെല്ലാം ആ തക്ബീറുകൾ അധികരിപ്പിക്കുക. ആ തക്ബീറുകൾ ചൊല്ലുമ്പോൾ മനസ്സറിഞ്ഞ്, മനസ്സിൽ നിന്ന് തക്ബീർ ചൊല്ലാൻ നമുക്ക് സാധിക്കണം. കേവലം നാവിട്ടടിക്കുന്നതിന് പകരം ആ തക്ബീറിന്റെ പൊരുൾ മനസ്സിലാക്കി ആ നിലക്ക് നമ്മുടെ ജീവിതം തന്നെ, തക്ബീറുകൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കേണ്ടതുണ്ട്. ആ നിലക്ക് നന്ദിയുള്ള അടിമകളായി മാറുക, തൗഹീദ് മുറുകെ പിടിക്കുക. ആ തൗഹീദിനുള്ള നന്ദിയാണ് ദഅവത്ത് എന്നുള്ളത്. മറ്റുള്ള ആളുകൾക്ക് തൗഹീദ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നന്ദിയുള്ള അടിമകളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദികേടിന്റെ എല്ലാ ദൂഷ്യഫലങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട്, റഹ്മത്ത് കൊണ്ട് നമുക്കെല്ലാം പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് എല്ലാവിധ നന്മകളും, ചെറുതും വലുതുമായ എല്ലാ നന്മകളും സ്വീകരിക്കുമാറാകട്ടെ. ഹജ്ജിന് പോയവരുടെ ഹജ്ജ് കർമ്മം അള്ളാഹു മബ്റൂറായി, മഖ്ബൂലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. തിരിച്ചവരുടെ വീടുകളിലേക്ക് ആരോഗ്യത്തോടുകൂടി തിരിച്ചു മടങ്ങാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു ഷിഫായിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും ജോലികളിലും അള്ളാഹു അഭിവൃദ്ധിയും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് രക്ഷയും സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാടുകളിലും ഇന്ത്യയിലും ഭീഷണികൾ നേരിടുന്ന, നിർഭയത്വത്തിന് ഭീഷണികൾ ഉണ്ടാകുന്ന അത്തരം മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു നിർഭയത്വവും അമ്നും അതേപോലെ ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.